നമസ്കാരം. 2025 സ്വർണത്തിന്റെ അപ്രതീക്ഷിത കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിലയിൽ 60% വർധനവും 50 തവണയാണ് വില റെക്കോർഡുകൾ ഭേദിച്ചത്. ഭൗമരാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, ദുർബലമായ US ഡോളർ, കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ വാങ്ങലുകൾ എന്നിവയെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമായി. ഈ വർഷം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. 2026 ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആഭരണ പ്രേമികൾക്ക് ഇനി അറിയേണ്ടത് ഒറ്റ കാര്യമാണ്: അടുത്ത വർഷമെങ്കിലും സ്വർണ്ണവില കുറയുമോ എന്നത്. എന്തായാലും അടുത്ത വർഷം സ്വർണ്ണവില സംബന്ധിച്ച് 3 സാധ്യതകളാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പങ്കുവെക്കുന്നത്. വിശദമായി തന്നെ നോക്കാം. അതായത് US ഉൾപ്പെടെ ആഗോളതലത്തിൽ സാമ്പത്തിക മുന്നേറ്റം മന്ദഗതിയിലാകുമോ എന്ന ആശങ്ക വിപണി പങ്കാളികളിൽ വർദ്ധിച്ചു വരികയാണെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നുണ്ട്. AI വരവും ദുർബലമായ വരുമാനവുമെല്ലാം ഓഹരി വിപണികളിൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. ഇത് US തൊഴിൽ വിപണിയെ ദുർബലപ്പെടുത്തിയേക്കും. സ്വാഭാവികമായും ഇത് സാമ്പത്തിക മാന്ദ്യത്തിന് വഴിയൊരുക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സാമ്പത്തിക സാഹചര്യങ്ങൾ ലഘൂകരിക്കുന്നതിനായി US ഫെഡറൽ റിസർവ് നിലവിൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പലിശ നിരക്കിലെ കുറവ്, ദുർബലമായ ഡോളർ, ഉയർന്ന ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ എന്നിവ സ്വർണത്തിന് മിതമായ രീതിയിൽ അനുകൂലമായ സാഹചര്യമൊരുക്കും. അതിനാൽ വില ഇപ്പോഴത്തെ നിലയിൽ നിന്നും 5% മുതൽ 15% വരെ വർദ്ധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഗോൾഡ് കൗൺസിൽ കണക്കാക്കുന്നത്. ആഗോളതലത്തിൽ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് രൂക്ഷമായാൽ ഒരു ഗുരുതരമായ സാഹചര്യം ഉയർന്നു വരാൻ സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പാണ് ഗോൾഡ് കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ, നിലവിലുള്ള പ്രാദേശിക സംഘർഷങ്ങളുടെ തുടർച്ച, അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടാം. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം അത് കുറയ്ക്കുകയും നിക്ഷേപകരെ അപകട സാധ്യതയുടെ നിക്ഷേപ സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. സമ്പദ് വ്യവസ്ഥ കൂടുതൽ ദുർബലമാകുമ്പോൾ മാന്ദ്യ ഭീഷണി ശക്തമാകും. ഇത്തരം മാന്ദ്യം നേരിടാൻ US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുത്തനെ കുറച്ചേക്കാം. ഇത് ദീർഘകാല ബൗണ്ട് വരുമാനം കുറയ്ക്കുകയും സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യും. തത്ഫലമായി നിക്ഷേപകർ പണം അത് സ്വർണം പോലുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് മാറ്റിയേക്കാം. ഈ സാഹചര്യം യാഥാർത്ഥ്യമായാൽ സ്വർണത്തിന് ശക്തമായ ഉത്തേജനം ലഭിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർണ്ണവില 15% മുതൽ 30% വരെ വർദ്ധിച്ചേക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക പദ്ധതികൾ മികച്ച വിജയം നേടുകയും US സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വളരുകയും ചെയ്യുന്ന സാഹചര്യമാണ് മൂന്നാമത്തെ സാധ്യത. ഇത്തരമൊരു സാഹചര്യത്തിൽ പണപ്പെരുപ്പ് വീണ്ടും ഉയർന്നു തുടങ്ങും. ഇതിന്റെ ഫലമായി US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് നിർത്തുകയും ആവശ്യമെങ്കിൽ നിരക്ക് ഉയർത്താൻ വരെ തയ്യാറായിരിക്കും. പലിശ നിരക്കുകൾ ഉയരുകയും US ഡോളർ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ നിക്ഷേപകർ വിപണിയിലേക്ക് തിരിയും. സ്വർണം പോലുള്ള സുരക്ഷിത മാർഗങ്ങൾക്ക് പകരം ഉയർന്ന വരുമാനം അത് വാഗ്ദാനം ചെയ്യുന്ന മറ്റ് ആസ്തികളിലേക്ക് അവർ നിക്ഷേപിക്കും. ഇത് സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കും. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന് 5% മുതൽ 20% വരെ വിലയിടിവ് ഉണ്ടാകുമെന്നാണ് കൗൺസിൽ പറയുന്നത്. അതേസമയം 20% കുറഞ്ഞാൽ കേരളത്തിൽ സ്വർണ്ണവില 75,000-ലേക്ക് വീണേക്കുമെന്നും സംസാരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.